ഒരു കമ്പനിയിൽ നിലവിൽ 7 വർഷത്തോളമായി ജോലി ചെയ്തു വരുന്ന നമ്മുടെ നായികയാണ് ലിൻഡ. നിലവിൽ അവൾ മറ്റുള്ളവരെക്കാളെല്ലാം മികച്ച ഒരു എംപ്ലോയിയാണ്. മികച്ച പ്രൊജക്റ്റുകൾ ചെയ്ത് അവൾ തനിക്ക് പ്രൊമോഷൻ ലഭിക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയായിരുന്നു. ഇതിന് പ്രധാന കാരണം കമ്പനിയിലെ മറ്റൊരു സീനിയർ എംപ്ലോയിയായ ഡൊണോവാനാണ്. കാരണം ഇദ്ദേഹം തന്നെ അവളോട് പറയുന്നുണ്ട്, നിൻ്റെ പ്രൊജക്റ്റുകൾ എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാണ്, ഇത് കമ്പനിക്കെന്നും കേൾക്കാൻ ഇഷ്ടമുള്ളതാണ്, അതുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിന്നെ നിയമിക്കാനാണ് സാധ്യത എന്ന് അവളോട് പറയുകയാണ്. നിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തോളാം എന്നല്ല. എന്നാൽ ദിവസങ്ങൾക്കു ശേഷം പുതിയ പ്രസിഡന്റിനെ കമ്പനി തിരഞ്ഞെടുക്കുന്നു. അതേ ബ്രെഡ്ലി പ്രസ്റ്റനാണ് കമ്പനിയുടെ പുതിയ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. നിലവിൽ നമ്മുടെ ലിൻഡയെയായിരുന്നു ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ആദ്യം ഏറെ സങ്കടത്തോടെ ലിൻഡ ഈ കാര്യം തിരിച്ചറിയുന്നുണ്ടെങ്കിലും പിന്നെ എല്ലാം അവളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. നായികയായ ലിൻഡ ജോലി ചെയ്യുന്നതിനിടെ നമ്മുടെ സീനിയർ ഉദ്യോഗസ്ഥനായ ഡൊണോവാനും പിന്നെ പ്രസിഡൻ്റായ ബാഡ്ലിയും തമ്മിൽ മികച്ച രീതിയിൽ സംസാരിച്ച് തമാശകൾ പറഞ്ഞു പോകുന്നത് കാണാം. ഇത് കേട്ട ലിൻഡ അടുത്തിരിക്കുന്ന മറ്റൊരു എംപ്ലോയിയോട് ചോദിക്കുന്നുണ്ട്, ഇവർ രണ്ടുപേരും നല്ല കൂട്ടാണെന്നില്ലേ. ഇത് കേട്ട എംപ്ലോയി അവളോട് മറുപടി പറയുന്നു, ഇവർ രണ്ടുപേരും സ്കൂൾ ക്ലാസ്മേറ്റ് ആണ്. നമ്മുടെ ഡൊണോവാനാണ് ബ്രാഡ്ലിയെ ഈ പൊസിഷനിലേക്ക് സജസ്റ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ബ്രാഡ്ലി ഇന്ന് പ്രസിഡൻ്റ് ആയത്. ഇതെല്ലാം കേട്ട് ഏറെ സങ്കടത്തോടെ നിൽക്കുന്ന നമ്മുടെ നായികയായ ലിൻഡയെ കാണാം. കാരണം അവളായിരുന്നു ഈ സ്ഥാനത്തേക്ക് എത്തിയിട്ടിരുന്നത്. ഡൊണോവൻ അവളെ ചതിച്ചതാണ്. ഡൊണോവനാണ് ബ്രാഡ്ലിയെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിയമിച്ചത്. ഇതെല്ലാം കേട്ട് സങ്കടത്തോടെ തന്നെ നമ്മുടെ ലിൻഡ പ്രസിഡൻറ്റിൻ്റെ അടുത്തേക്ക് ഏറെ വിഷമത്തോടെ പോകുന്നത് കാണാം. ഇതെല്ലാം ദേഷ്യത്തോടെ അറിഞ്ഞ ലിൻഡ പ്രസിഡൻ്റായ ബ്രെഡ്ലിയോട് സംസാരിക്കുന്നു. ഞാൻ 7 വർഷത്തോളമായി ഈ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്, എന്നിട്ട് എനിക്കൊരു പ്രൊമോഷൻ പോലും ലഭിച്ചില്ല. നിങ്ങളുടെ അച്ഛൻ എന്നെയായിരുന്നു ഈ സ്ഥാനത്തേക്ക് നിയമിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, പിന്നെ എന്തുകൊണ്ട് എന്നെ ഈ സ്ഥാനത്തേക്ക് എടുത്തില്ല എന്ന് പ്രസിഡൻറ്റിനോട് ചോദിക്കുകയാണ്. ഇതെല്ലാം കേട്ട നമ്മുടെ കമ്പനിയുടെ ബോസായ ബ്രാഡ്ലി പറയുന്നു, നിനക്കതിനുള്ള ശേഷിയില്ല, ഈ ആളുകളോട് എങ്ങനെ മികച്ച രീതിയിൽ സംസാരിക്കണമെന്നറിയില്ല, നിനക്കൊരു കഴിവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നിൻ്റെ അടുത്ത് വന്നപ്പോൾ നിന്നെ ചൂരമീൻ മണക്കുന്നുണ്ടായിരുന്നു. നീ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് തന്നെയാണോ ഭക്ഷണമെല്ലാം കഴിക്കുന്നതെന്നെല്ലാം പറഞ്ഞ് അവളെ അപമാനിക്കുകയാണ്. നിനക്കൊരിക്കലും ഈ പോസ്റ്റിന് അർഹതയില്ലെന്നും ബ്രാഡ്ലി പറയുന്നു. എന്നാൽ നിനക്ക് ഇത് തെളിയിക്കാൻ നമ്മൾക്ക് ഒരു വലിയൊരു മീറ്റിംഗ് ഉണ്ട്. കമ്പനി എക്സ്പെൻഡ് ചെയ്യാൻ ഒരു മേജർ കോർപ്പറേഷൻ ഡീലുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ നാളെ യാത്ര തിരിക്കുകയാണ്. നിനക്ക് വേണമെങ്കിൽ നിൻ്റെ സ്കില്ല് കാണിക്കാൻ നാളെ ഞങ്ങളോടൊപ്പം പോരാ. വരണമെന്ന് നിർബന്ധമില്ല, നിനക്ക് നിൻ്റെ കഴിവ് അവിടെ തെളിയിക്കാം. ഈ സമയത്താണ് കമ്പനിയുടെ ബോസായ ബ്രെഡ്ലിയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണവിടേക്ക് വരുന്നത്. അവളുടെ ആഡംബരമായ മോതിരത്തിലെല്ലാം ശ്രദ്ധിക്കുന്ന നമ്മുടെ ലിൻഡയെ കാണാം. കാമുകിയുടെ മുന്നിൽ വെച്ചും ബ്രാഡ്ലി ലിൻഡയെ അപമാനിക്കുന്നു. അങ്ങനെ ലിൻഡ കമ്പനി വിട്ടിറങ്ങുമ്പോൾ എല്ലാവരും കൂവുന്നത് കാണാം. എന്നാൽ പറഞ്ഞതുപോലെ തന്നെ തനിക്ക് ലഭിച്ച അവസരം കളയാൻ ലിൻഡ തയ്യാറായിരുന്നില്ല. ലിൻഡ രാവിലെ തന്നെ വിമാനത്താവളത്തിലെത്തുന്നു. എന്നിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിൽ എല്ലാവരോടും ചിരിച്ച് ഒരു പുതിയ പ്രൊജക്റ്റിന് വേണ്ടി അവൾ തയ്യാറാകുന്നു. എന്നാൽ ലിൻഡ ഈ വലിയ പ്രൊജക്റ്റ് പ്രസൻറ്റേഷന് വന്നത് നമ്മുടെ കമ്പനിയുടെ ബോസായ ബ്രാഡ്ലിക്കും പിന്നെ എംപ്ലോയിയായ ഡൊണോവനും ഒന്നും പിടിച്ചില്ല. അവളേറെ ദേഷ്യത്തോടു കൂടിയാണ് അവർ നോക്കുന്നത്. എന്നാൽ ഇതേ സമയം പ്ലെയിനിലിരുന്നു കൊണ്ട് പ്രൊജക്റ്റിന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന നമ്മുടെ ലിൻഡയെ കാണാം. അവൾ ഈ അവസരം വലിയ രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അതേസമയം നമ്മുടെ ലിൻഡയുടെ പഴയ യൂട്യൂബ് വീഡിയോ എടുത്തുകൊണ്ട് അവളെ കളിയാക്കുന്ന ഡൊണോവനെയും പിന്നെ ബ്രാഡ്ലിയെയും മറ്റു സ്റ്റാഫിനെയും കാണാം. ലിൻഡ ഒരുപാട് വ്ളോഗുകൾ ചെയ്യാറുണ്ട്. ഇതിൽ അവൾ എങ്ങനെ ഫുഡ് ഉണ്ടാക്കാം, എങ്ങനെയാണ് തീ കത്തിക്കേണ്ടത്, പിന്നെ നമുക്കൊരു സ്ഥലത്ത് കുടുങ്ങിയാൽ എങ്ങനെ രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പല രസകരമായ വീഡിയോകളും അപ്ലോഡ് ചെയ്തിരുന്നു. ഇതെല്ലാം കണ്ട് അവളെ രൂക്ഷമായി തന്നെ അവർ കളിയാക്കി ചിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാം അറിയാതെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ലിൻഡ പെട്ടെന്നാണ് ഇവരുടെ ചിരിയും തൻ്റെ വീഡിയോയിൽ നിന്ന് തന്നെ കളിയാക്കുകയാണെന്നും അവൾക്ക് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ അവൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് അവൾ നിർത്തിവെക്കുന്നു. അവർ തമാശ പറഞ്ഞിരിക്കുന്നതിനിടെ പെട്ടെന്നാണ് പ്ലെയിനിനൊരു കുലുക്കം വരുന്നത്. ഇത് നോർമലായി സംഭവിക്കുന്നതാണെന്നാണ് അവർ ആദ്യം കരുതിയത്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്ന് പറയുന്നു. ഇത് കേട്ട ലിൻഡ പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കുന്നു. എന്നാൽ ഇത് കേട്ട് വീണ്ടും അവർ അവളെ കളിയാക്കുന്നു.
എന്നാൽ ഇതിനിടെ പെട്ടെന്നായിരുന്നു പ്ലെയിൻ അപകടത്തിൽപ്പെട്ടത് അവർക്ക് മനസ്സിലായത്. പ്ലെയിൻ ആകെ കുലുക്കം അനുഭവപ്പെടുന്നു. പ്ലെയിൻ വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. ലിൻഡയും ബ്രാഡ്ലിയും മാത്രമാണ് സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടുള്ളത്. വിമാനത്തിൽ നിന്ന് നമുക്ക് തീ പടരുന്നത് കാണാം. എന്നാൽ ഇതേ സമയം ഡൊണോവൻ ആണെങ്കിൽ ഒരു സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല. പെട്ടെന്ന് വിമാനത്തിലുണ്ടായിരുന്ന പലരും പുറത്തേക്ക് തെറിച്ചു വീഴുന്നു. ഇതേ സമയം തന്നെ ഡൊണോവാൻ പുറത്തേക്ക് തെറിക്കുന്നതിനിടെ ലിൻഡയുടെ കാലിൽ പിടിക്കുന്നു. തന്നെ രക്ഷപ്പെടുത്തണമെന്ന് ആ സമയത്ത് പറയുന്നുണ്ട്. പക്ഷേ ലിൻഡയ്ക്ക് അതിന് സാധിച്ചില്ല. എന്നിട്ട് ലിൻഡയുടെ സീറ്റ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഡൊണോവാൻ ലിൻഡയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇത് കണ്ട് ലിൻഡ അവനെ കുത്തി പുറത്തേക്ക് ഇടുന്നു. സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കുന്നതിനാൽ തന്നെ ലിൻഡ സേഫാണ്. വിമാനം കത്തിയമർന്ന് നേരെ വീഴുന്നത് ഒരു കടലിലേക്കാണ്. അവിടെ നിന്നും എങ്ങനെയോ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ലിൻഡയെ കാണാം. പക്ഷേ സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ തന്നെ അവൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല. പരിശ്രമത്തിനൊടുവിൽ അവൾ സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നു. വെള്ളത്തിലൂടെ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമവും ലിൻഡ നടത്തി നോക്കുന്നുണ്ട്. അങ്ങനെ ബോധം നഷ്ടപ്പെട്ട് അവൾ ഉണർന്നു നോക്കുമ്പോൾ ഒറ്റപ്പെട്ടൊരു ദ്വീപിൽ താൻ കിടക്കുന്നതാണ് കാണുന്നത്. ആരുമില്ലാത്ത ഒരു ദ്വീപ്. അങ്ങനെ ലിൻഡ ആകെ ഭയന്നുകൊണ്ട് എല്ലായിടത്തേക്കും നോക്കുന്നുണ്ട്. അപ്പോൾ ദൂരെ ഒരാൾ കിടക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ അവൾ അവിടേക്ക് ഓടിയെത്തുന്നു. എന്നാൽ അപ്പോഴാണ് മനസ്സിലായത് അത് ബ്രാഡ്ലി ആണെന്ന്. അങ്ങനെ അവൾ ബ്രാഡ്ലിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നു. ബ്രാഡ്ലിയുടെ ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ജീവനുണ്ടെന്ന് അവൾ തിരിച്ചറിയുന്നു. കാലുകളെല്ലാം മുറിഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരത്തിന് ശേഷം ബ്രാഡ്ലി എഴുന്നേൽക്കുന്നു. ബോധം തിരിച്ചു ലഭിക്കുന്നു. അങ്ങനെ അവൻ ചുറ്റും നോക്കുമ്പോൾ ലിൻഡയെ കാണുന്നു. എന്നിട്ട് അവൻ ചോദിക്കുന്നു, നമ്മളിവിടെ എത്തിയിട്ട് എത്ര ദിവസമായെന്ന്. 2 ദിവസത്തോളമായെന്ന് ലിൻഡ മറുപടി പറയുന്നു. ഇതിനിടെ ലിൻഡ തീയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ ലിൻഡ തൻ്റെ കഴിവ് ഉപയോഗിച്ച് തീയുണ്ടാക്കുകയും മീനുകളെല്ലാം ചുട്ട് കഴിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മുടെ ബ്രെഡ്ലിക്ക് കൈമാറുകയും എന്നാൽ ബ്രെഡ്ലി ഇതെല്ലാം നിരസിക്കുകയും ചെയ്യുന്നു. എനിക്കൊന്നും ഇത് വേണ്ട എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നിടുന്നു. നമ്മുടെ ലിൻഡയാകട്ടെ കിട്ടുന്നതെല്ലാം കഴിച്ചുകൊണ്ട് വളരെ ഹാപ്പിയായി നടക്കുന്നു. എന്നാൽ ഇതേ സമയം ബ്രാഡ്ലി ഏറെ ദേഷ്യത്തോടെ ചോദിക്കുന്നു, നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും നീ കണ്ടെത്തിയോ എന്ന്. ഞാൻ നിൻ്റെ ബോസാണ്, അത് നീ മറക്കേണ്ട. നിന്നെക്കൊണ്ട് ഒരു ഉപകാരവുമില്ല എന്നെല്ലാം ബ്രാഡ്ലി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ലിൻഡയാകട്ടെ അവനെ അവിടെ തന്നെ ഇട്ട് മറ്റൊരു ദൂരത്തേക്ക് പോകുന്നു. എന്നാൽ ലിൻഡ ഇല്ലാത്തതിൻ്റെ അവസ്ഥ അപ്പോഴാണ് ബ്രാഡ്ലി തിരിച്ചറിയുന്നത്. അവന് നടക്കാൻ പോലും ആകാതെ, ഒരു തുള്ളി വെള്ളം പോലും ലഭിക്കാതെ അവൻ ലിൻഡയെ ആർത്ത് വിളിക്കുന്നു. അവൾ വന്നില്ല. പിറ്റേന്ന് നേരം പുലരുന്നു. നേരം ഉച്ചയായി വരുന്നു. നമ്മുടെ ബ്രാഡ്ലിക്കാണെങ്കിൽ ആ ശക്തമായ ചൂടിനെ പോലും താങ്ങാനാകുന്നില്ല. കാരണം അത്രമേൽ ചൂടാണ് അവിടെ ഏൽക്കുന്നത്. അവനവിടെ ബോധരഹിതനായിരിക്കുന്നു. ഇപ്പോഴാണ് സഹായിക്കാനായി നമ്മുടെ ലിൻഡോ എത്തുന്നത്. അങ്ങനെ ലിൻഡ വന്നുകൊണ്ട് അവന് വെള്ളവും ഫുഡും കൊടുക്കുന്നു. ഇപ്പോഴാണ് ബ്രാഡ്ലിക്ക് തന്നെ ആശ്വാസമായത്. കാരണം ഇത്രയും മരണത്തിൻ്റെ തൊട്ടടുത്ത വക്കിലായിരുന്നു ബ്രാഡ്ലി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിയുന്നു. അവർ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ ലിൻഡയാകട്ടെ പന്നിയെ വരെ വേട്ടയാടാൻ ഇറങ്ങുന്നു. അങ്ങനെ ഭാഗ്യം കൊണ്ട് മാത്രം പന്നിയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടുന്നു. ഒടുവിൽ പന്നിയെ വേട്ടയാടുകയും ചെയ്തു. അന്ന് രാത്രി അവർ സുഗമമായി കൊണ്ട് തന്നെ ആ പന്നി ഇറച്ചി ഏറെ ആസ്വദിച്ച് കഴിക്കുന്നു. ഇത്രയും രുചിയുള്ള ഇറച്ചി തൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ലെന്ന് ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇതിനിടെ അടുത്ത ദിവസം നമ്മുടെ ലിൻഡ കുളിക്കാനിറങ്ങുമ്പോൾ ഒരു ബോട്ട് കാണുന്നുണ്ട്. പക്ഷേ അവൾ അതിനെ നിരാകരിക്കുന്നു. അതിപ്പോൾ ഒരു സഹായമാവില്ലെന്ന് കരുതി അവൾ വിളിക്കുന്നില്ല. കാരണം അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന ആവശ്യം അത്രയ്ക്കില്ല. കാരണം അവിടുത്തെ ജീവിതത്തേക്കാൾ മികച്ചതായി ലിൻഡയ്ക്ക് ഇവിടെ തോന്നുന്നു. എന്നാൽ നമ്മുടെ ബ്രാഡ്ലി പറയുകയാണ്, എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടണം, നമുക്കൊരു ബോട്ടൊക്കെ ഉണ്ടാക്കി രക്ഷപ്പെടാം. നീ വലിയ സ്മാർട്ടാണെന്നാണോ നീ കരുതുന്നത്? നിന്നെപ്പോലെ വീടും ഈ ഭക്ഷണവും എല്ലാം ഉണ്ടാക്കാൻ എനിക്കും അറിയാമെന്ന് ബ്രാഡ്ലി അവൻ പറയുന്നു. എനിക്കും ഉണ്ടാക്കാൻ അറിയാം ഇതേപോലെയുള്ള കൂര എന്ന് പറഞ്ഞ് അവളെ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറിക്കൊണ്ട് അവിടെ കൂര ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ബ്രാഡ്ലി എത്ര ശ്രമിച്ചിട്ടും അതുപോലെ ഒരു വീടുണ്ടാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ വേട്ടയാടാനോ ഒന്നും അവന് സാധിക്കുന്നില്ല. ഭക്ഷണം പോലും കഴിക്കാനാകാതെ അവൻ വിശന്നിരിക്കുന്നു. നമ്മുടെ ലിൻഡ ചെയ്തതുപോലെ വെള്ളം മികച്ച രീതിയിൽ ഉണ്ടാക്കാനും നമ്മുടെ ബ്രാഡ്ലിക്ക് സാധിച്ചില്ല. അങ്ങനെ അവൻ വിശന്ന് അവശനായിക്കൊണ്ട്
ഒടുവിൽ വീണ്ടും ലിൻഡയുടെ മുന്നിൽ മുട്ടുമടക്കുകയാണ്. ഞാൻ ചെയ്തതിനെല്ലാം സോറി ചോദിക്കുന്നു. ഞാൻ അധികാരത്തോടെ നിന്നോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. എനിക്കെന്തെങ്കിലും തരണമെങ്കിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാഡ്ലി ലിൻഡയുടെ അടുത്തേക്ക് പോയി വീണ്ടും ഭക്ഷണങ്ങളെല്ലാം ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാതിരുന്ന ബാഡ്ലി ആകട്ടെ ഏറെ ആസ്വദിച്ചുകൊണ്ട് ലിൻഡ ഉണ്ടാക്കിയ ആഡംബര ഭക്ഷണങ്ങൾ കഴിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ലിൻഡ ബ്രാഡ്ലിയെയും കൂട്ടി അവിടെയുള്ള കാടുകളെല്ലാം ചുറ്റി കാണുന്നു. അതേസമയം വളരെ ആസ്വദിച്ച് തന്നെ ബ്രാഡ്ലി ലിൻഡയോടൊപ്പം കഴിയുന്നു. ഇതിനിടെ പെട്ടെന്നായിരുന്നു ലിൻഡ താഴേക്ക് വീഴാൻ പോയത്. അങ്ങനെ ബ്രാഡ്ലി പെട്ടെന്ന് തന്നെ അവളെ രക്ഷിക്കുന്നു. എനിക്ക് ഭക്ഷണം തന്നതിനുള്ള നന്ദിയാണെന്ന് ബ്രാഡ്ലി ലിൻഡയോട് പറയും. അങ്ങനെ ഇരുവരും ഏറെ സന്തോഷത്തോടെ അന്ന് രാത്രി ഇരുവരും തങ്ങളുടെ കഥകൾ പറയാൻ തുടങ്ങി. നമ്മുടെ ലിൻഡയാകട്ടെ തൻ്റെ ഭർത്താവ് തന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടായിരുന്നുവെന്നും തന്നെ ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മാനസികമായും ശാരീരികമായും വളരെ വലിയ ത്യാഗം താൻ സഹിച്ചിട്ടുണ്ടെന്നും വളരെ വലിയ രീതിയിൽ തന്നെ അപകീർത്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും നമ്മുടെ ബ്രാഡ്ലിയോട് പറയുന്നു. ഒടുവിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നത് പോലെ രക്ഷപ്പെട്ടു. ഞാൻ ഡ്രിങ്കിൽ അദ്ദേഹത്തിന് വിഷം കലർത്തി. അങ്ങനെ കാർ ആക്സിഡൻറ്റിൽ എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു എന്ന് എൻ്റെ ബ്രാഡ്ലിയോട് പറയുന്നു. അതേസമയം ബ്രാഡ്ലി ആകട്ടെ തൻ്റെ അച്ഛനും അമ്മയും തന്നെ നോക്കിയില്ലായിരുന്നുവെന്നും തൻ്റെ അച്ഛൻ വൃത്തികെട്ട സ്വഭാവമുള്ളവനായിരുന്നുവെന്നും പറയുന്നു. ആ സ്വഭാവം തന്നെയായിരിക്കും തനിക്ക് കിട്ടിയത് എന്ന് ലിൻഡ ബ്രാഡ്ലിയോട് തമാശയായി പറയുന്നു. അങ്ങനെ അവർ ഏറെ അടുക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം ബ്രാഡ്ലി പറയുകയാണ്, താൻ നാളെ തനിക്ക് ഡിന്നർ ഉണ്ടാക്കി തരട്ടെ. ഇത് കേട്ട് ഏറെ സന്തോഷത്തോടെ നമ്മുടെ ലിൻഡ ഓക്കെ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം രാത്രി ഇരുവരും ഏറെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ ബ്രാഡ്ലി ഉണ്ടാക്കിയ മനോഹരമായ ഭക്ഷണം കണ്ട് ലിൻഡ അത്ഭുതപ്പെടുന്നു. ലിൻഡ അത് പതിയെ കഴിക്കാൻ തുടങ്ങുന്നു. എന്നാൽ കരുതിയതുപോലെയല്ല, ലിൻഡയ്ക്ക് തല കറങ്ങുന്നു. ലിൻഡ പെട്ടെന്ന് തന്നെ ബോധം നഷ്ടപ്പെട്ട് വീഴുന്നു. എന്നാൽ ഈ സമയം നോക്കി നമ്മുടെ ബ്രാഡ്ലി ആകട്ടെ അവളെ ചതിച്ചുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവൻ വിഷക്കായി ചേർത്ത് അവളെ കൊല്ലാൻ നോക്കിയതായിരുന്നു. അവൾ പോലും അറിയാതെ ഉണ്ടാക്കിയ തൻ്റെ ചങ്ങാടം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. കാരണം താൻ ഉണ്ടാക്കിയ ചങ്ങാടത്തിൽ ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാനാകൂ. അതുകൊണ്ട് തന്നെ അവളെ കൊന്നിട്ട് അവൻ വേഗം രക്ഷപ്പെടാമെന്ന് കരുതി പോകുന്നു. പക്ഷേ തിരമാലകൾ അതിന് സമ്മതിച്ചില്ല. അവൻ്റെ ചങ്ങാടത്തെയും എല്ലാം തകർത്തെറിഞ്ഞ് അവനെ കരയിലേക്ക് തന്നെ എത്തിക്കുന്നു. ദേഷ്യം കൊണ്ട് തിന്നതെല്ലാം അവൻ്റെ മുഖത്ത് ഛർദ്ദിച്ച് അവനോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്തിനാണ് താൻ എന്നെ ഇങ്ങനെ കൊല്ലാൻ നോക്കിയതെന്ന് നമ്മുടെ ലിൻഡ ബ്രാഡ്ലിയോട് ചോദിക്കുന്നു. എന്നിട്ട് അവൻ്റെ ഭക്ഷണവും തിന്നാൻ കൊടുക്കുന്നു. അവൻ പറയുന്നു, ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി കൊല്ലണമെന്ന് വിചാരിച്ചില്ല, നിന്നെ ബോധം കെടുത്തുക എന്നത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നു. ലിൻഡ അവനോട് പറയുന്നു, നീ ഇപ്പോൾ തിന്ന ഭക്ഷണത്തിൽ ഞരമ്പിനെ ശക്തമായി ബാധിക്കുന്ന ഒരു വലിയ വിഷം തന്നെ ഞാൻ നൽകിയിട്ടുണ്ട്. അത് ഞാൻ എടുത്തു വെച്ച വിഷമായിരുന്നു. ആവശ്യം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നീ മരിക്കില്ല, പക്ഷേ നിനക്ക് വേദന കൊണ്ടൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ വരിക എന്നും ലിൻഡ അവനോട് പറയുന്നു. ഇത് ലിൻഡയുടെ പ്രതികാരമായിരുന്നു. തൻ്റെ കയ്യിലുള്ള കത്തി ചൂടാക്കിക്കൊണ്ട് ബാഡ്ലിയെ ഭയപ്പെടുത്തുകയാണ് ലിൻഡ. കാരണം കഴിഞ്ഞ ദിവസം താൻ എന്നെ കൊല്ലാൻ നോക്കിയെന്നെല്ലാം ലിൻഡ പറയുന്നു. അങ്ങനെ ലിൻഡയുടെ ഈ പ്രവൃത്തി കണ്ട് ബാഡ്ലിയും ഒന്ന് ഞെട്ടിത്തരിക്കുന്നു. അവനെ കൊന്നു എന്ന് പോലും അവൻ കരുതി. അങ്ങനെ ലിൻഡ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നതിനിടെയാണ് ഒരു ബോട്ട് ശ്രദ്ധയിൽപ്പെടുന്നത്. അതേ ബോട്ടിൽ നമ്മുടെ ബാഡ്ലിയുടെ കാമുകിയാണ് വരുന്നത്. ബാഡ്ലിയെയും തിരഞ്ഞാണ് വരുന്നത്. അങ്ങനെ ബോട്ട് ലിൻഡയുടെ അടുത്തേക്ക് എത്തുന്നു. എല്ലാവരും തിരച്ചിൽ നിർത്തി. ഞാൻ ബാഡ്ലിക്ക് വേണ്ടി എൻ്റെ സ്വന്തം പണം ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുകയായിരുന്നു. അവൻ ഇവിടെ ജീവനോടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞ് അവർ ഏറെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. എന്നാൽ കാമുകി വന്നത് ലിൻഡയ്ക്ക് തീരെ പിടിച്ചില്ല. കാരണം അവൾ വരുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ അവൾ വരുമെന്നൊന്നും കരുതിയിരുന്നില്ല. അങ്ങനെ ലിൻഡ ബ്രാഡ്ലിയുടെ കാമുകിയെയും കൂട്ടി ബ്രാഡ്ലിയുടെ അടുത്തേക്ക് പോവുകയാണ്. കൂടെ ആ ബോട്ടിലെ ജീവനക്കാരനുമുണ്ട്. എന്നാൽ ബ്രാഡ്ലിയുടെ കാമുകിക്ക് അവിടെ ഒരു കെണി ഒരുക്കിക്കൊണ്ടായിരുന്നു ലിൻഡ നടന്നു നീങ്ങിയത്. പെട്ടെന്ന് തന്നെ ബ്രാഡ്ലിയുടെ കാമുകി വലിയ ഉയർച്ചയിൽ നിന്ന് ആ താഴ്ചയിലേക്ക് വീഴുന്നു. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ലിൻഡ ശ്രദ്ധിക്കാതിരിക്കുന്നു. സഹായം അഭ്യർത്ഥിക്കുന്ന ബോട്ട് ജീവനക്കാരനെ കാണാം. പക്ഷേ ലിൻഡ അതൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഇതേ സമയം തിരിച്ചു വന്ന ലിൻഡയെ ശ്രദ്ധിക്കുന്ന ബ്രാഡ്ലിയെ കാണാം. എത്ര സംസാരിച്ചിട്ടും അവൾക്കൊരു മിണ്ടാട്ടവുമില്ല. താനിന്ന്
വേട്ടയാടാൻ പോരുന്നുണ്ടോ എന്നൊക്കെ ബ്രാഡ്ലി ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് അവൾ എനിക്കിന്ന് വയ്യ എന്നാണ് പറയുന്നത്. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ബ്രാഡ്ലിക്ക് മനസ്സിലാകുന്നു. കാരണം അവൾ സാധാരണ പെരുമാറുന്നത് പോലെയല്ല ഇന്ന് പെരുമാറുന്നത്. അങ്ങനെ ബ്രാഡ്ലി സംശയത്തോടു കൂടി തന്നെ അവളെ നോക്കുന്നു. അങ്ങനെ ബ്രാഡ്ലി സ്വന്തക്ക് വേട്ടയ്ക്കിറങ്ങുന്നു. ഒരു പന്നിയെ തന്നെയാണ് ഇന്നും ലക്ഷ്യം. പക്ഷേ ആ പന്നി ബ്രാഡ്ലിയുടെ മുന്നിൽ വെച്ച് തന്നെ അവന് നഷ്ടമാക്കുന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. മണലിനടിയിൽ നിന്ന് ഒരു കൈ ഉയർന്നു നിൽക്കുന്നത് കാണുന്നു. പെട്ടെന്ന് തന്നെ ബ്രാഡ്ലി അങ്ങോട്ട് ഓടുന്നു. അവിടെ എത്തിക്കണ്ട ബ്രാഡ്ലി മനസ്സ് തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തൻ്റെ കാമുകിയുടെ കൈയാണ് ഉയർന്നു നിൽക്കുന്നത്. താൻ നൽകിയ ആ റിങ് അവളുടെ കയ്യിലുണ്ട്. ഇത് കണ്ട് പൊട്ടിക്കരയുകയാണ് ബ്രാഡ്ലി. എന്താണ് സംഭവിച്ചതെന്നോ ആര് ചെയ്തു എന്നോ ഒന്നും ബ്രാഡ്ലിക്ക് ആദ്യം മനസ്സിലായില്ല. പിന്നെ ബ്രാഡ്ലി ദേഷ്യത്തോടെ ഇത് ലിൻഡ അവളെ കൊന്നതായിരിക്കുമെന്ന് ഉറപ്പിച്ച് ലിൻഡയുടെ അടുത്തേക്ക് ഓടുന്നു. അത്രയും ദൂരം സഞ്ചരിച്ച ബ്രാഡ്ലി ആകട്ടെ ലിൻഡയെ കാണാൻ വേണ്ടി, എന്താണ് ഇവൾക്ക് സംഭവിച്ചതെന്നറിയാൻ വേണ്ടി ഓടിപ്പോകുന്നു. എന്നിട്ട് ലിൻഡയുടെ അടുത്ത് ചെന്ന് നീ എന്താണ് ഒന്നും സംഭവിക്കാത്ത മട്ടിലിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. നീ എന്തിനാണ് അവളെ കൊന്നതെന്ന് ബ്രാഡ്ലി ലിൻഡയോട് ചോദിക്കുമ്പോൾ ആരെക്കുറിച്ചാണ് താൻ പറയുന്നതെന്ന് ലിൻഡ മറുപടി പറയുന്നു. ഒന്നും അറിയാത്ത മട്ടിലിരിക്കുന്നത് എന്തിനാണ്? നീ എന്തിനാണ് എൻ്റെ കാമുകിയെ കൊന്നു കുഴിച്ചു മൂടിയത്? അവളുടെ റിങ് എൻ്റെ കയ്യിലുണ്ട്. നീ എന്തിനാണ് കൊന്നതെന്ന് ചോദിക്കുന്നു. ഇത് കേട്ട ലിൻഡ ആകെ അസ്വസ്ഥതയാകുന്നു. ഞാൻ അവളെ കൊന്നിട്ടില്ലെന്ന് അവൾ മറുപടി പറയുന്നു. അവൾ ആ കുന്നിന് മുകളിൽ നിന്ന് താഴേക്ക് വീണതാണെന്ന് പറയുന്നു. ഇത് കേട്ട് വിശ്വസിക്കാനാവാതെ നിൽക്കുന്ന ബ്രാഡ്ലിയെ കാണാം. ഇതിനിടെ ലിൻഡ തൻ്റെ കയ്യിലുള്ള കത്തി സുരക്ഷിതമാണോ എന്ന് തൻ്റെ അരയിൽ തപ്പി നോക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് ലിൻഡയുടെ പക്കലുണ്ടായിരുന്ന ആ കത്തി ബ്രാഡ്ലി സ്വന്തമാക്കിയിരുന്നു. അങ്ങനെ ബ്രാഡ്ലിയുടെ പക്കലിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ലിൻഡ കാട്ടിലേക്ക് ഓടി ഒളിക്കുന്നു. പിന്നാലെ ബ്രാഡ്ലി കത്തിയും കൊണ്ട് ലിൻഡയെ ആക്രമിക്കാൻ വരുന്നു. കാട്ടിനുള്ളിൽ ലിൻഡ എവിടെ പോയെന്ന് സൂക്ഷിച്ചു നോക്കുന്ന ബ്രാഡ്ലിയെ കാണാം. അങ്ങനെ ബ്രാഡ്ലി തിരിഞ്ഞപ്പോഴേക്കും പിന്നിൽ നിന്ന് ഒരു കയറുമായി നമ്മുടെ ബ്രാഡ്ലിയുടെ കഴുത്ത് മുറുക്കുകയാണ് ലിൻഡ. അങ്ങനെ പിടിവിടാതെ ലിൻഡ ബ്രാഡ്ലിയെ കൊല്ലാൻ തന്നെ ഉറപ്പിക്കുന്നു. ഈ സമയത്ത് ഒരു അക്ഷരം പോലും മിണ്ടാനാകാതെ ബ്രാഡ്ലി പിടയുന്നു. മുടി പിടിച്ച് ലിൻഡയെ പെട്ടെന്ന് തന്നെ ബ്രാഡ്ലി മറിച്ചിടുന്നു. ഈ സമയത്ത് ലിൻഡയുടെ തലയിൽ നിന്ന് ചോര ഒലിക്കുന്നുണ്ടായിരുന്നു. കാരണം മുടിയും മാംസവും ഒരുപോലെ വന്നു. ഇത് കണ്ട് സഹിക്കാനാകാതെ ലിൻഡ വീണ്ടും അവന് നേരെ ഓടി ആക്രമിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ഇരുവരെയും തമ്മിൽ തന്നെ കൊല്ലാൻ വേണ്ടി വലിയ ആക്രമണം അഴിച്ചുവിടുന്നു. ലിൻഡ ബ്രാഡ്ലിയെ കടിക്കുന്നു. ഈ സമയം ബ്രാഡ്ലി ആകട്ടെ ലിൻഡയുടെ കണ്ണിൽ പൊത്തിപ്പിടിക്കുന്നു. ബ്രാഡ്ലിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി നമ്മുടെ ലിൻഡയ്ക്ക് ലഭിക്കുന്നു. ഇതോടെ ഭയന്നുകൊണ്ട് തന്നെ ബ്രാഡ്ലി ലിൻഡയിൽ നിന്ന് വേഗം ഓടി രക്ഷപ്പെടുന്നു. കാരണം ബ്രാഡ്ലിയുടെ വയറ്റിനൊരു കുത്തും ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെ ഇനി ലിൻഡയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്ന് ബ്രാഡ്ലിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബ്രാഡ്ലി കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുന്നു. ഇത് ലിൻഡ കാണുന്നുണ്ട്. അങ്ങനെ ലിൻഡയിൽ നിന്ന് ഓടി ഒളിച്ച ബ്രാഡ്ലിയെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാഴ്ച അവൻ കാണുന്നത് ആ മലക്ക് മുകളിൽ ഒരു കൊട്ടാരം തന്നെയുള്ളതാണ്. അങ്ങനെ വേഗം അവൻ അവിടേക്ക് ഓടിയെത്തുന്നു. കാരണം അവിടെ തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും ഉണ്ടാകുമെന്ന് ബ്രാഡ്ലി മനസ്സിലാക്കുന്നു. ആ കൊട്ടാരം പോലുള്ള വീട്ടിലേക്ക് അവൻ വേഗം കയറുന്നു. എന്നിട്ട് വാതിലുകളൊക്കെ എങ്ങനെയൊക്കെ തുറന്ന് അതിനുള്ളിലോട്ട് കയറുന്നു. അപ്പോഴും വയറ്റിൽ നിന്ന് ഒരുപാട് രക്തം പോകുന്നുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ബ്രാഡ്ലി അവിടെയുള്ള ഒരു ശീല ഉപയോഗിച്ച് രക്തം പോകുന്നത് തടഞ്ഞു നിർത്താൻ നോക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവിടെയുള്ള ലൈറ്റുകളെല്ലാം നിലക്കുന്നു. ലിൻഡയുടെ ശബ്ദം വരുന്നു. അവിടെയുള്ള സ്പീക്കറിലൂടെ ലിൻഡയുടെ ശബ്ദം കേൾക്കുന്നു. ലിൻഡ ഓരോ കാര്യങ്ങളായി പറയുന്നു. ബ്രാഡ്ലിയുടെ ഓരോ നീക്കവും CCTV റൂമിലിരുന്നു കൊണ്ട് ലിൻഡ നോക്കിയിരിക്കുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നെല്ലാം ലിൻഡ പറയുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കുന്നതിനിടയെ ഞാൻ കണ്ടുമുട്ടിയതാണ് ഈ വലിയ ആഡംബര വീട്. അന്ന് ഞാൻ അവിടെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഒരു ബോട്ടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൽ അമേരിക്കയിൽ നിന്നുള്ള ഏതോ വലിയ കോടീശ്വരന്മാരായിരുന്നു. അവർക്കവിടെ ഒരു വില്ലയുള്ള കാര്യവും ഞാൻ അന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അവർ പോകാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. അവർ പോയതിന് ശേഷം അവിടെയുള്ള സുഖസൗകര്യങ്ങൾ ഞാനും ആസ്വദിക്കാൻ തുടങ്ങി. അന്ന് ലഭിച്ച ആ കത്തി പോലും എനിക്ക് അവിടെ നിന്ന് ലഭിച്ചതാണ് എന്ന് ലിൻഡ അമ്മ സ്പീക്കറിലൂടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം തനിക്കൊരു ഭാഗ്യമായാണ് തോന്നിയത്.
ഇതിനിടെ എല്ലാം മനോഹരമായി തൻ്റെ കൂടെ ജീവിക്കണമെന്ന് കരുതിയായിരുന്നു ഞാൻ ജീവിച്ചിരുന്നത്. രക്ഷപ്പെടണമെന്ന് എനിക്കില്ലായിരുന്നു. ഇതിനിടെയാണ് തൻ്റെ കാമുകി ഇങ്ങോട്ട് ഇഴഞ്ഞു കയറി വന്നത്. അവൾ നമ്മുടെ മനോഹരമായ ജീവിതം നശിപ്പിക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ അവളും ആ ബോട്ടിലെ ഡ്രൈവറും എന്നോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ഞാൻ കല്ല് തലക്കെറിഞ്ഞ് അവരെ കൊല്ലുകയായിരുന്നു എന്ന് ലിൻഡ ഇങ്ങനെ ബ്രാഡ്ലിക്ക് മുന്നിൽ പറയുകയാണ്. ഇതെല്ലാം ബ്രാഡ്ലി കേൾക്കുന്നുണ്ട്. പക്ഷെ ലിൻഡ ഇവിടെയാണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒടുവിൽ ലിൻഡയെയും കാണുന്നു. പക്ഷേ ഇത്തവണ ലിൻഡയ്ക്ക് മുന്നിൽ രക്ഷപ്പെടാൻ ബ്രാഡ്ലിക്കാവുന്നില്ല. ലിൻഡയുടെ കയ്യിൽ ഒരു തോക്കുമുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ബ്രാഡ്ലി മുട്ടുകുത്തിയിരുന്ന് കരയുകയാണ്. തന്നെ കൊല്ലരുത്, താൻ ഒരുപാട് തവണ നിന്നെ ചതിച്ചിട്ടുണ്ട്, എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. നിനക്ക് എന്നെ ഇത്രത്തോളം ഇഷ്ടമായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു. പലതവണ നിന്നെ ഞാൻ കൊല്ലാൻ നോക്കിയിട്ടുണ്ട്. അതെല്ലാം ഒരു വിഡ്ഢിത്തമായിരുന്നു. നമുക്കിനി പുറത്തേക്ക് പോകേണ്ട, ഈ വീട്ടിൽ തന്നെ ആഡംബരമായി ജീവിക്കാം. ഞാൻ നിന്നെ ഏറെ സ്നേഹിക്കുന്നു. ഇനി ഞാൻ നിന്നെ ഒരിക്കലും ചീത്ത പറയുകയോ നിന്നെ ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ലെന്ന് ബ്രാഡ്ലി നമ്മുടെ ലിൻഡയോട് പറയുകയാണ്. ഇത് കേട്ട് ലിൻഡ ഉള്ളിലേറെ സന്തോഷത്തോടെ തന്നെ ബ്രാഡ്ലിയെ നോക്കുകയാണ്. എന്നാൽ വീണ്ടും ബ്രാഡ്ലി ചതിക്കുന്നു. കാരണം വീണ്ടും ബ്രാഡ്ലി തൻ്റെ പിന്നിലെ കയ്യിൽ കരുതി വെച്ചിരുന്ന ആ കമ്പുപയോഗിച്ച് ലിൻഡയെ കുത്താൻ ശ്രമിക്കുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടും വീണ്ടും ബ്രാഡ്ലി വീണ്ടും തന്നെ ചതിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ലിൻഡയാകട്ടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഉപയോഗിച്ച് ബ്രാഡ്ലിയുടെ തലയ്ക്കടിക്കുന്നു. വീണ്ടും തലക്കടിച്ച് ബ്രാഡ്ലിയെ കൊല്ലുന്നു. ഇതോടെ പിന്നെ കാണിക്കുന്നത് റിച്ചായി ഗോൾഫ് കളിക്കുന്ന ലിൻഡയെയാണ്. ഒരു സർവൈവൽ സ്റ്റോറിയിലൂടെ ആരാധകരെ അമ്പരപ്പിച്ച ലിൻഡയെ മാധ്യമപ്രവർത്തകർ ഷോയിൽ കാണിക്കുന്നു. ചുറ്റും ആളുകൾ തടിച്ചു കൂടിയിരിക്കുന്നു. അവതാരിക ഇങ്ങനെ പറയുന്നു, നമുക്കൊപ്പം ഇന്നുള്ളത് ആ പ്ലെയിൻ ക്രാഷിലെ സർവൈവലായ ലിൻഡയാണ്. നമുക്ക് ലിൻഡയോട് ചോദിക്കാം. അതിന് ലിൻഡ ഒരുപാട് കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു. സർവൈവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കരുതണമെന്നും അവൾ മറുപടി പറയുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുന്നു.